രോഹിത്തെ, നമ്മുടെ കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരുന്ന ചാനൽ. അതിൽ നിന്ന് മാറി 24 മാർക്ക് റേറ്റിംഗിലടക്കം തന്നെ 1-ാം സ്ഥാനത്തെത്തി. എപ്പോഴായിരിക്കും ഇനി 24-നെ ബീറ്റ് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ കയറുക എന്നുള്ളതാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു ചോദ്യം. എന്താണ് രോഹിത്തിന് തോന്നുന്നത്? ഞാനത് കാത്തിരിക്കുന്നില്ല. കാരണം അതിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ തന്നെ പറഞ്ഞു, ഒറിജിനൽ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന്. റിപ്പോർട്ടർ 24-നെ അതേപടി അനുകരിക്കുകയാണ്. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം റിപ്പോർട്ടർ ടിവിയുടെ ക്യാമറ ഫേസിന് മുന്നിൽ വരാതെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നവർ തന്നെയാണ് പുതിയ റിപ്പോർട്ടർ ടിവിയുടെ പിന്നിലും നിയന്ത്രിക്കുന്നത്. മലയാള മാധ്യമങ്ങളുടെ പുതിയ സംസ്കാരത്തെപ്പറ്റി പറയുമ്പോൾ ഏഷ്യാനെറ്റാണ് ആദ്യം വന്നതെങ്കിൽ പോലും ഇന്ത്യ വിഷൻ്റെ വരവാണ് മലയാള മാധ്യമ രംഗത്തെ മുഴുവൻ രീതികളെയും മാറ്റിമറിച്ചത്. നികേഷ് കുമാർ എന്ന് പറയുന്ന വാർത്തകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വാർത്താ മാധ്യമങ്ങളാണ്. നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ മലയാള മാധ്യമ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അവിടെയാണ്. പിന്നീട് അദ്ദേഹം ഈ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോയതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് വാല്യൂ ഇടിയുന്നതും പിന്നീട് അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന അന്തംകമ്മി അല്ലെങ്കിൽ കമ്മി പട്ടം ചാർത്തി കൊടുക്കപ്പെടുന്നതും പിന്നീട് അദ്ദേഹത്തിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ചാനലിൻ്റെ നഷ്ടം, ചാനൽ വളരെ താഴെ ഘട്ടത്തിലേക്ക് പോകുന്നു, ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പുതിയ മാനേജ്മെൻറ്റ്, ഇപ്പോഴത്തുള്ള അഗസ്റ്റിൻ വിദേശിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് റിപ്പോർട്ടർ ടിവി ഏറ്റെടുക്കുന്നു. അടിമുടി 24-നെ അനുകരിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ലേ ഒരു ഘട്ടത്തിൽ ഈ ഏഷ്യാനെറ്റിനെ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് 24 മുന്നോട്ട് പോകേണ്ടത് ഈ 24-ന്റെ കുറച്ച് പ്രേക്ഷകരെങ്കിലും റിപ്പോർട്ടർ തട്ടിയെടുത്തുകൊണ്ടാണോ ആദ്യം തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതിരുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം വൈകിയതെന്ന് രോഹിത്തിന് തോന്നിയിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായും 24-ന്റെ ഒരു വിഭാഗം ആളുകൾ ഈ പറയപ്പെടുന്ന റിപ്പോർട്ടറിലേക്ക് പോയി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സുജയ പാർവതിയും അരുൺകുമാറിനെയും പോലെയുള്ള 24-ന്റെ മുഖങ്ങളായി നിന്ന ആളുകളെ ഈ റിപ്പോർട്ടർ ടിവി പോയപ്പോൾ ഒപ്പം അതിലേക്ക് പോയതാണ്. പക്ഷേ അതിനേക്കാളും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വലിയ ദുരന്തങ്ങളും സംഭവവികാസങ്ങളും ഉണ്ടാകുമ്പോൾ റിപ്പോർട്ടറും 24-ഉം തമ്മിലുള്ള ഒരു വലിയ മത്സരം. അതായത് റിപ്പോർട്ടർ സ്പോട്ടിലേക്ക് ഇറക്കുന്നത് അരുൺകുമാറിനെ ആണെങ്കിൽ ഇവിടെ ഒരുപക്ഷെ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഇറക്കിക്കൊണ്ട് 24-നെ ബീറ്റ് ചെയ്യും. അവിടേക്കും SKNന്റെ ചില പ്രസൻസുകൾ അവിടേക്കും ഫീൽഡിലേക്കും ഇറങ്ങി വരുന്നു. മൊത്തത്തിൽ പുതിയൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ 24-നെ അതേപടി റിപ്പോർട്ടർ അനുകരിക്കുന്നു. അതായത് നമ്മുടെ ജൂനിയർ റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ സീനിയർ റിപ്പോർട്ടേഴ്സ് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് മാറ്റം വരുന്നതുകൊണ്ട് ഈ ആളുകൾക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുള്ള ഫേസുകളെ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുമ്പോൾ ആ ഫേസ് വാല്യൂ കൂടി ഇവർക്ക് റീച്ചിലേക്ക് എത്തുന്നു. ആ വിഷയം ഞാനൊരു ഷിരൂരിൽ അർജുൻ്റെ ലോറി കണ്ടെത്തുന്ന സംഭവം നാട്ടിൽ സംഭവിക്കാവുന്ന ഒരു വിഷയമാണ്. അതായത് എവിടെയെങ്കിലും ഒരു മലയാളിക്ക് ഒരു അപകടം സംഭവിക്കുന്നു, ഈ മലയാളിയെ കാണാതെ പോകുന്നു. ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ വാർത്തകൾ തിങ്ങി നിൽക്കുന്ന ഒരു സംഭവത്തെ ഇത്രയും വലിയ രീതിയിൽ പർവ്വതീകരിച്ച ആളുകളിലേക്ക് എത്തിച്ചത് ഈ റിപ്പോർട്ടർ ടിവിയും 24-ഉം തന്നെയാണ്. അപ്പോൾ മറ്റുള്ള മാധ്യമങ്ങൾക്ക് അത് ഏറ്റുപിടിക്കാതിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഇവർ പ്രഷറൈസ് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരികയാണ്. ഇത് മലയാളത്തിൻ്റെ മൊത്തം ഒരു വിഷയമാക്കി ഇവരിതിനെ ഇമേജ് വർദ്ധിപ്പിക്കണം. നോക്കൂ, അവിടേക്ക് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ഇവർ പറന്നിറങ്ങുകയാണ്. ഇവർ രണ്ടുപേര്, ഒരറ്റത്ത് ഹാഷ്മിയും ഒരറ്റത്ത് അരുണും. ഇവരെടുക്കുന്ന നിലപാടുകൾ ഇവരിവിടെ കാണിക്കുന്ന. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നമുണ്ട്. നമ്മൾ ഈ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ ഷിരൂരിൽ പോയി അവിടെ പോലീസുകാരോട് തട്ടിക്കയറുന്ന വീഡിയോകളൊക്കെ വന്നിരുന്നു. അതിനുശേഷം പോലീസ് റിപ്പോർട്ടർ ടിവി ആണോ എന്ന് 24-നോട് ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ അല്ല 24 ആണ് എന്ന് ഹാഷ്മി പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ ഇവർ ചെന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ഉള്ളിൽ കിടക്കുന്ന ചില പ്രിവിലേജുകളുണ്ട്. ഈ പ്രിവിലേജുകൾ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് പക്ഷേ ഒരുപക്ഷെ അവിടെ കിട്ടിയിരിക്കില്ല. അവർക്കറിയില്ലല്ലോ, കർണാടകയിൽ കിടക്കുന്ന പോലീസുകാരൻ അറിയില്ലല്ലോ ഇയാളെടുത്ത വലിയ സംഭവമാണ് ആണെന്ന്, ആളുകൾക്ക് മനസ്സിലുള്ള ആളാണ് എന്നൊന്നും അറിയില്ല. അവർ സാധാരണ മാധ്യമ പ്രവർത്തനോട് പെരുമാറുന്ന രീതിയിലാണ് ഇവരോട് പെരുമാറുന്നത്. പക്ഷേ ഇവർക്കത് കാണിക്കാനും പറ്റില്ല. ഞാൻ വലിയ സംഭവമാണ് എന്ന രീതിയിൽ ഞാൻ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഈ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ വളർത്തിക്കൊണ്ട് വന്നതിൽ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനോടുള്ള പങ്ക് വളരെ വലുതാണ്. അല്ല, ഞാൻ ഈ അരുൺകുമാറിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഈ പണ്ട് കാലത്ത് DD മലയാളത്തിലാണെന്ന് തോന്നുന്നു അരുൺകുമാർ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞാൻ സത്യം പറഞ്ഞ അരുൺകുമാറിൻ്റെ ഫാനായിരുന്ന വ്യക്തിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായി DD മലയാളത്തിൻ്റെ ഒരു തനത് ശൈലിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് വളരെ രസകരമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരായിരുന്നു ഈ അരുൺകുമാർ എന്ന്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമുടി മാറി ഒരു സ്വന്തം കമ്മി നിലവാരത്തിലേക്ക്. അരുൺകുമാറിൻ്റെ ഒരു യാത്ര, അരുൺകുമാർ എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ സഞ്ചരിച്ചിട്ടുള്ള വഴികളിലൂടെയാണ് അരുൺകുമാർ സഞ്ചരിച്ചിട്ടുള്ളത്. ശ്രീകണ്ഠൻ നായർ എവിടെ എത്തി നിൽക്കുന്നു അതിൻ്റെ തൊട്ട് താഴെയാണ് അരുൺകുമാർ എത്തി നിൽക്കുന്നത്. പക്ഷേ ശ്രീകണ്ഠൻ നായർ അല്ല, അതായത് ശ്രീകണ്ഠൻ നായർ മറുപടി തന്നെയാണ്, ഒറിജിനൽ ഇവിടെ ഇരിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് സ്ഥാനമില്ല എന്ന് പറയുന്നത്. നോക്കൂ, അരുൺകുമാറും കൊല്ലം ജില്ലക്കാരനാണ്, ശ്രീകണ്ഠൻ നായരും കൊല്ലം ജില്ലക്കാരനാണ്. സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന ദൂരദർശനിൽ വരുന്നു, ശ്രീകണ്ഠൻ നായർ ആകാശവാണിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് വരുന്നു. പിന്നീട് അരുൺകുമാർ മീഡിയ 1-ൽ പ്രോഗ്രാം ചെയ്തു. പിന്നീട് ഏഷ്യാനെറ്റിൽ നിന്ന്
മഴവിൽ മനോരമയിലെ സൂര്യ ടി വിയിൽ ശ്രീകണ്ഠൻ നായർ ഷോ ചെയ്യാൻ വേണ്ടി മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹം പോകുമ്പോൾ മഴവിൽ മനോരമയിലേക്ക് പോകുമ്പോൾ നമ്മൾ തമ്മിൽ ആര് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഗണേഷ് കുമാർ നമ്മൾ തമ്മിൽ ചെയ്യാൻ വരുന്നത്. കെ ബി ഗണേഷ് കുമാർ മറ്റേ സിംഗം മീശയൊക്കെ വെച്ച് നമ്മൾ തമ്മിൽ ചെയ്ത് നമുക്ക് അറിയാം. അങ്ങനെ കുറേ എപ്പിസോഡുകൾ ഗണേഷ് കുമാർ ചെയ്തതിന് ശേഷം ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ സമയക്കുറവുകൊണ്ട് അദ്ദേഹം വെച്ചൊഴിയുമ്പോൾ നമ്മൾ തമ്മിൽ അരുൺകുമാർ ഏറ്റെടുക്കുകയാണ്. ശ്രീകണ്ഠൻ നായരെ അടിമുടി അത് അനുകരണമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ ആ നാടിൻ്റെ ഒരു സംസാരത്തിൻ്റെ താളം, സ്ലാങ്, രീതികൾ ഒക്കെ ഒരുപക്ഷെ അരുൺകുമാറിലേക്ക് വന്നു ചേർന്നതാകാം. പിന്നെ സ്വാഭാവികമായും നമ്മൾ ഒരാൾ ചെയ്തൊരു പ്രോഗ്രാം മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അടിമുടി മാറ്റാൻ പറ്റില്ല. അതിൻ്റെതായ സാമ്യം അവരുടെ പെരുമാറ്റത്തിലും രീതികളിലും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനോട് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ചെയ്തിരിക്കുന്ന ഒരു ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അയാളെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ തമ്മിലാണ് അരുൺകുമാർ വരുന്നത്. പിന്നീട് വീണ്ടും അരുൺകുമാർ കാണുന്നത് 24-ൽ പുതിയ ലുക്കിൽ കൊണ്ടുവരികയാണ്. ആരാണ് കൃത്യമായി അരുൺകുമാർ എന്താണ്, അരുൺകുമാറിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയ ശ്രീകണ്ഠൻ നായർ തന്നെ അരുൺകുമാറിനെ കൊണ്ടുവരുന്നു. ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞാൽ അരുൺകുമാർ എന്ന അവസ്ഥയിലേക്ക് 24 ഈ പറയപ്പെടുന്ന അരുൺകുമാറിനെ വളർത്തിക്കൊണ്ടുവരുന്നു. പിന്നീട് റിപ്പോർട്ടർ TV തുടങ്ങുമ്പോൾ അരുൺകുമാറിന് 24-ൽ നിന്ന് പോകേണ്ട അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നത് ഈ പറയപ്പെടുന്ന കോളേജ് ജോലിയുമായി ബന്ധപ്പെട്ട, പ്രൊഫസർ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വരുന്നത്. ഈ സുജയ പാർവതിയെയും 24 അവതരിപ്പിച്ചത് അതേ രീതിയിലാണ്, വലിയ രീതിയിൽ തന്നെയാണ്. പിന്നീട് ഈ പാർട്ടി വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സുജയ പാർവതിക്കും അതിൽ നിന്ന് പോകേണ്ടി വരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഇപ്പോൾ പരസ്പര ശത്രുതയിലാണ്. പക്ഷേ ശ്രീകണ്ഠൻ നായർ കാണിക്കുന്ന ഒരു മാന്യതയെപ്പറ്റി എനിക്ക് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏഷ്യാനെറ്റിനെ ബീറ്റ് ചെയ്ത് 24 ഒന്നാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം ഏഷ്യാനെറ്റ് എൻ്റെ കുടുംബമാണ്, ഞാൻ വളർന്ന കുടുംബമാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിനെ ഞാൻ ബീറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള സൗഹൃദങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അനാവശ്യമായി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, അനാവശ്യമായി ഈ പറയപ്പെടുന്ന റിപ്പോർട്ടർ TVയുടെ പല പരിപാടികളിലും 24-നെ ചൊറിയാറുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ആ കൂട്ടത്തിലൊരു മാധ്യമ സുഹൃത്ത്, ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലായിരുന്ന സമയത്ത് എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആയിരുന്നു, ഇപ്പോൾ എനിക്ക് ഐഫോൺ വാങ്ങിയ പക്ഷേ ഇത് പറയുമ്പോൾ ഇവൻ ഉദ്ദേശിക്കേണ്ട, എടാ അപ്പുറത്തെ തലയ്ക്ക് നിൽക്കുന്ന ശ്രീകണ്ഠൻ നായരാ. പുള്ളിക്ക് പാനും സൂട്ടും കോട്ടും വലിച്ചെറിഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഫ്ലോറിൽ വന്നിരിക്കുന്ന മനുഷ്യനാ. അയാൾക്കെതിരെയാണ് ഇത് പറയുന്നത്. അയാൾ പിറ്റേ ദിവസം വന്ന് കൊടുത്ത മറുപടി ഉണ്ടോ, ഈ നാശം പിടിച്ചവന് ഇങ്ങോട്ട് വന്ന് ഇവിടെ എടുക്കില്ല. അല്ല, ശ്രീകണ്ഠൻ നായർ മറുപടി കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സ്റ്റോറി അല്ലെ അവന്റെ ആ ഒരു റീൽസ് ആയിട്ട് പോലും വന്നത്. അല്ലെ ആയിക്കോട്ടെ, പക്ഷെ ആ മറുപടി കൊടുക്കാൻ കാണിക്കുന്ന മാസം ഇവരെന്താ ഉദ്ദേശിക്കണേ? ശ്രീകണ്ഠൻ നായരുടെ ഒന്ന് ആലോചിച്ചു. ശ്രീകണ്ഠൻ നായർക്ക് ലിഖിത നിയമങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മറുപടി. അദ്ദേഹം കോളേജ് പ്രൊഫസറായിരുന്നു, ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗം വേണ്ട എന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ ചെയ്യാൻ വേണ്ടി വന്നു. പിന്നീട് മലയാളത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങളിലൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായരുടെ ഫേസ് ഉണ്ട്. സൂര്യ TV ഒന്നും അല്ലാതിരിക്കുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന ശ്രീകണ്ഠൻ നായർ ഷോയുമായിട്ട് അദ്ദേഹം വന്നത്. സൂര്യ TVയിലേക്ക് പ്രേക്ഷകർ ഒഴുകിയെത്തിയില്ലേ. പിന്നീട് മഴവിൽ മനോരമ, പിന്നീട് അതിനു മുമ്പ് മഴവിൽ മനോരമ ഇന്ന് കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ശ്രീകണ്ഠൻ നായരുടെ കഴിവ് തന്നെയാണ്. ഏറ്റവും തലപ്പത്ത് നിന്ന് നയിച്ചത് അദ്ദേഹമാണ്. പിന്നീട് അദ്ദേഹം പോയതിനു ശേഷം ആ ചാനൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ലെവലിലേക്ക് കയറി വന്നില്ല. ഈ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഡെഡിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ്. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ശ്രീകണ്ഠൻ നായരുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സൗഹൃദങ്ങളിൽ നിൽക്കുന്നവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ ആരംഭിക്കുന്നത് മോർണിംഗ് 4:30 ഒരു 4:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. ഒരു 4:30 തുടങ്ങിയിട്ട് അദ്ദേഹം രാവിലെ പത്രങ്ങൾ എത്തുന്ന മുറയ്ക്ക് ഓരോ പത്രങ്ങളും വായിച്ചു തീർക്കും. ഈ പത്രങ്ങൾ വായിച്ച് തീർത്തതിന് തൊട്ട് പിന്നാലെ തന്നെ പുള്ളീൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട് ഡെസ്കിൽ. ആ സെക്രട്ടറി കൃത്യമായിട്ട് മറ്റ് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട വാർത്തകളെ സംബന്ധിച്ചുള്ള മൊത്തം സ്റ്റോറീസും അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. ആ സ്റ്റോറീസ് ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് രാവിലത്തെ മോർണിംഗ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ഇട്ടേക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രോമ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ആ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ആ നമ്മൾ SKN മോർണിംഗ് ഷോയിൽ കഴിക്കുന്ന ആ ഫസ്റ്റ് കോഫി ഉണ്ടല്ലോ, ആ കോഫി തന്നെയാണ് ആ മനുഷ്യൻ്റെ ആദ്യത്തെ ആഹാരം. അതാണ് ആ ഡെഡിക്കേഷൻ. ആ കോഫിയും കഴിച്ചുകൊണ്ട് ആ ഷോ എത്ര മണി വരെയാണോ നീളുന്നത്, ആ നീളുന്നതനുസരിച്ച് പോയതിന് ശേഷം അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് അത് ദിവസത്തെ ഷെഡ്യൂൾ തീരുന്നത് രാത്രി 11 കൂടിയാണ്. അതായത് മലയാളി ഉണരുന്നതും ഉറങ്ങുന്നതും ശ്രീകണ്ഠൻ നായരുടെ ശബ്ദവും മുഖവും കേട്ടുകൊണ്ടാണ് എന്നൊരു അവസ്ഥയിലേക്ക് മാറി. അതിന്റെ ഒരു പരിധി വരെ കുറച്ചു പേരെയൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ ഈ പറയപ്പെടുന്ന അരുൺകുമാറിന്റെ സംഘത്തിനും അപ്പുറത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആളെ ഈ പറയപ്പെടുന്ന വലിയ നെഗറ്റീവുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഈ അരുൺകുമാർ കാണിക്കുന്ന ഷോ ഓഫും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടില്ല, പലരെ കൊണ്ട് കാണിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ശ്രീകണ്ഠൻ നായർ വന്നൊരു വാർത്ത പറയും, അദ്ദേഹം
വളരെ ഇപ്പം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ ഗ്രാമപ്രദേശക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം അയൽവക്കത്താണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ മരിക്കുമ്പോൾ നോക്കൂ, ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ നാട്ടിലുള്ള ആളുകൾ മരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ആയിരുന്നു ഞങ്ങൾ, പുള്ളി ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെച്ച കഥയൊക്കെ പറഞ്ഞ്, കാരണം അത്രയും നാടിനോട് നാട്ടുകാരോട് മുഴുവൻ, അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ എന്ന ഒരു തോന്നലുണ്ടാക്കി വാർത്താ പരിപാടികൾ അവതരിപ്പിച്ചു പോകുന്ന മറ്റൊരു ചാനൽ. അത് തന്നെയാണ് 24-ന്റെ ഒരു ശൈലി എനിക്ക് തോന്നിയത്, ഇൻട്രാക്റ്റീവ് ജേർണലിസം അല്ലേ, നമുക്ക് അതിനെ അങ്ങനെ തന്നെ പറയാം. ആ മോർണിംഗ് ഷോ എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് ആണ്. കമൻറ്റ്സ് വായിക്കുന്നു, കമൻറ്റ്സിന് മറുപടി കൊടുക്കുന്നു, ചില കമൻറ്റ്സ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അതിന് റിപ്ലൈ കൊടുക്കുന്നു. ഇതെല്ലാം കൂടി ആയിട്ട് ഇൻട്രാക്റ്റീവ് ജേർണലിസത്തിലേക്ക് ഈ മലയാള മാധ്യമ വാർത്താ സംസ്കാരത്തെ മാറ്റി. അത് തന്നെയായിരിക്കും 24 ഒന്നാമത് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം കാരണമായതെന്ന് ഒരു ഘടകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ചട്ടക്കൂടുകളെയും പൊളിച്ചു മാറ്റാൻ പറ്റി. ഇനി ഞാൻ വിളിച്ചു പറയുകയാണ് അർജുനെ, റിപ്പോർട്ടർ ഇനിയൊരു 50 വർഷം കഴിഞ്ഞാലും ഈ പറയപ്പെടുന്ന 24-ന് കിട്ടിയ സ്വീകാര്യത കിട്ടത്തില്ല, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ 7 അയലൊക്കെ തന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ 24 മാത്രമാണോ നോക്കുന്നത്? ഇപ്പുറത്ത് ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്ലവേഴ്സിലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുണ്ട്, അത്രയും ജീവനക്കാരെ വെച്ചുകൊണ്ട്. പിന്നെ അരുൺകുമാറിനൊക്കെ അവിടെ ചെന്നിരുന്ന വാർത്ത വായിച്ചിട്ട് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പ്രോഗ്രാം ചെയ്തും ഷോ ഓഫ് കാണിച്ചിട്ട് പോയാൽ മതി. ഈ മനുഷ്യൻ ആലോചിക്കണം, ഇതിനെങ്ങനെ ശമ്പളം കൊടുക്കണം, ഇതെങ്ങനെ ബിസിനസ് ചെയ്യണം. ഇത് മുഴുവൻ ഒരു മനുഷ്യൻ്റെ തലയിലൂടെ ഒഴുകുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഈ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഔട്ടായോ ഇല്ലയോ എന്നുള്ളതൊക്കെ അടുത്ത റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ പലരും ആക്ഷേപങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ദുരന്തമുഖങ്ങളെ ആഘോഷമാക്കിയിട്ടാണ് 24 റിപ്പോർട്ടർ കയറി വന്നതെന്ന്. പക്ഷേ ഞാൻ പറയുന്നു ഏഷ്യാനെറ്റിന് ഇപ്പോഴും ഉള്ള വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടേഴ്സിൻ്റെ പക്വമായ പെരുമാറ്റത്തിൽ ഇപ്പോഴും വ്യൂവേഴ്സ് ഉണ്ട്. എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു വെക്കാറ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ ശ്രീകണ്ഠൻ നായരുടെ ഷോ അടക്കമുള്ള പരിപാടികൾ 24-ലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. റിപ്പോർട്ടറിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാണ് വാർത്തകൾ കാണുന്നത്? വാർത്തകൾ വിവരങ്ങൾ അറിയാം, കൃത്യമായ വിവരങ്ങൾ അറിയാം. ഈ കൃത്യമായ വിവരങ്ങൾ എന്തിനാണ് സീരിയസോടെ സങ്കടത്തോടെ കാണുന്നത്? അത് രസകരമായി നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ഏറ്റവും വലിയ കാര്യം. അവിടെയാണ് ശ്രീകണ്ഠൻ നായരുടെ വിജയം. സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, രസകരമായി വാർത്തകളെ, വിവരങ്ങളെ, ഇൻഫർമേഷൻസിനെ നമ്മുടെ അതിന് വേണ്ടുന്ന വികാരങ്ങളോടുകൂടി നമ്മുടെ തലയിലേക്ക് തരുന്നുണ്ട്. അത് തന്നെയാണ് 24-ന്റെ വിജയം. ഈ രണ്ട് കാര്യം കൂടെ പറയാതെ, 2 ഘടകങ്ങൾ കൂടി ഈ 24-ന്റെ വിജയത്തിൻ്റെ ഉള്ള ഒരു ഘടകമായിട്ട്, അതായത് ഈ 24-ലാണ് എനിക്ക് തോന്നുന്നു ന്യൂസ് ഫ്ലോറിൽ ആദ്യമായി പാട്ട് പാടുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത് ഈ 24-ലാണ്. ഒരുപാട് പരിപാടികൾ ഇപ്പം ഈ രാത്രിയിലൊക്കെ ഷോയിൻ്റെ ഇടയിൽ ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ആങ്കേഴ്സ് നിന്ന് പാടുന്ന തരത്തിലേക്കുള്ള പരിപാടി സംഘടിപ്പിച്ചു. 24 മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സമ്മേളനം നടത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. കൊച്ചിയിൽ കടമന്ത്രയിൽ വെച്ച് പല ജില്ലകളിലും അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പ്രേക്ഷകരെ ഒരു 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 കൃത്യമായ വട്ടം വരച്ച് ആ വട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീകണ്ഠൻ നായർക്കും ടീമിന് കഴിയുന്നു എന്നുള്ളിടത്ത് മാത്രമാണ് അവരുടെ വിജയത്തിന് ഒരു ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വാർത്ത കാണുക എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ശൈലിയിൽ നിന്ന് മാറ്റി എല്ലാത്തരം ആളുകളെയും വാർത്ത കാണാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളിടത്തും അവിടുത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. എന്റർടൈൻമെന്റ് പാക്കേജോടുകൂടി വാർത്തകൾ ആളുകളിലേക്ക് എത്തിച്ചു. അതിനും അപ്പുറത്തേക്ക് ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോൾ മാധ്യമ അവാർഡ് പ്രഖ്യാപിച്ചെന്നേ. അവർക്ക് മാത്രമല്ല, മറ്റുള്ള ചാനലുകൾക്ക് മാധ്യമ അവാർഡ് കൊടുത്തു. ഞാൻ പറയട്ടെ, ഞാൻ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ വാദമുഖങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 24-ന്റെ ഒരു സ്വീകാര്യതയെ പറ്റി പറയുകയാണെങ്കിൽ, ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അർജുനും ഞാനും നമ്മുടെ മറ്റ് 2 സുഹൃത്തുക്കളോട് യാത്ര ചെയ്തപ്പോഴാണ് നമുക്കത് കിട്ടിയത്. ഇടുക്കിയിൽ ഒരു ചായക്കടയുടെ ബോർഡ് 24 ടീ ഷോപ്പ് എന്നാണ്. ഈ 24-ന്റെ ലോഗോ വെച്ചിട്ട് ഒരു ചായക്കടയാണ്. ഞാനിത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ 24-ന്റെ റിപ്പോർട്ടർ എനിക്ക് ഇവരുടെ നമ്പർ ചോദിച്ച് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അത്രത്തോളം ജനകീയമാണ് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത്, അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ. അതിനെ ബീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഈ പറയപ്പെടുന്ന ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ റീച്ചിൽ ചിലപ്പോൾ റിപ്പോർട്ടർ അവിടെ ഇവിടെയും കയറി വന്നിരിക്കാം. പക്ഷേ ശ്രീകണ്ഠൻ നായർ വാചകം ഞാൻ വീണ്ടും കോട്ട് ചെയ്യുന്നു, ഒറിജിനൽ അവിടെയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഈ റിപ്പോർട്ടറെ സംബന്ധിച്ച് അവരെ 3-ാം സ്ഥാനത്ത് എത്തിയെങ്കിലും നികേഷ് ഇറങ്ങിയതിന് ശേഷമാണ് 3-ാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ആണ്. അതായത് നികേഷിന് ആ 3-ാം സ്ഥാനം ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. അത് ഉണ്ടാക്കിയെടുത്ത, ആ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത മനുഷ്യന് അത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ 2 തരത്തിലായി കാണാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹത്തിന്റെ കുഞ്ഞാണത്. ഇനി ഏതവും വന്നല്ലോ, അത് നികേഷ് കുമാറിന്റെ കുഞ്ഞാണ്, അത് നികേഷ് കുമാറിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തായാലും മലയാളത്തിൽ പുതിയൊരു വാർത്താ സംസ്കാരം അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 24-നെ ബീറ്റ് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടർ എപ്പോൾ എത്തും എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് മറ്റൊരു ദിവസം ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ.